ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സ്പെഷ്യൽ ചട്നിയാണ്. ചട്നിയാണോ ഇന്നത്തെ എന്ന് ആലോചിക്കേണ്ട, ഒരു സ്പെഷ്യലാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ അധികം ഇഷ്ടപ്പെടാത്ത ഒരു പൾസസ് വെച്ചുകൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എന്താ ചട്നിക്ക് ഇത്ര പ്രത്യേകത എന്നായിരിക്കും. മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചെറുപയറാണ്. അപ്പോൾ കുട്ടികൾ ചെറുപയർ കഴിക്കാൻ മടിയുള്ളവർക്ക് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ചെറുപയറാണെന്ന് അറിയില്ല, പക്ഷെ ചെറുപയർ ഉള്ളിൽ പോവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് പ്രോസസ്സ് പോവാം. ഒന്നുമില്ല, പ്രത്യേകിച്ച് അധികം ഇതൊന്നുമില്ല. കോക്കനട്ട്, ഉള്ളി, വറ്റൽമുളക്, ചെറുപയർ, ഉപ്പ്, അത്രയേ ഉള്ളൂ. കൂടുതൽ ഡെക്കറേഷനൊന്നുമില്ല. എളുപ്പമായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ചട്നിയാണ്. ആദ്യം നമുക്ക് ചെറുപയർ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാം. അപ്പോൾ കണക്ക് നോക്കി കഴിഞ്ഞാൽ ഞാനിപ്പോൾ 1.5 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. കപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേക്കിൻ്റെ ഇതിൻ്റെ കപ്പൊന്നുമല്ല, ഒരു കുഞ്ഞി കപ്പാണ് എൻ്റെ. ഇതാണ് കപ്പിൻ്റെ സൈസ്. അതിൽ ഒരു 1.25 1.5 ഇടയിലായിട്ട് ആണ് എടുത്തിരിക്കുന്നത്. അതിന് ഞാൻ ജസ്റ്റ് ഒരു 1/2 കപ്പ് തേങ്ങ എടുക്കുന്നുള്ളൂ. നമ്മൾ 1 കപ്പ് ചെറുപയറാണെങ്കിൽ 1/4 1/2 ഇടയിലോ അങ്ങനെ, അതായത് വല്ലാണ്ട് തേങ്ങയുടെ ടേസ്റ്റ് ആവണ്ട. അപ്പോൾ പിന്നെ അതിലൊരു ഡിഫറൻസ് അറിയില്ല. അതിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ പിടിപിടിന്ന് പൊട്ടണ സൗണ്ട് വരുന്ന വരെ നമുക്കിതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഏകദേശം ഒരു ഡാർക്ക് ബ്രൗൺ പോലൊരു കളറായിട്ടുണ്ട്. ആ ഒരു വറുത്ത സ്മെല്ലും വരുന്നുണ്ട്. അപ്പം നമുക്ക് ചെറുപയർ കോരിയെടുക്കാം. തേങ്ങ ചേർക്കാം. തേങ്ങ ചിരകിയതായാലും കുഴപ്പമില്ല, എൻ്റെ ഇതൊരു എളുപ്പപ്പണി ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ തേങ്ങ വറുക്കാൻ വെച്ചു. അപ്പോൾ തേങ്ങയും ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ അതും നമുക്ക് മിക്സിയിലേക്ക് ഇടാം. നെക്സ്റ്റ് ഉള്ളിയും മുളകും ഒരുമിച്ച് വറക്കാം. ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. തേങ്ങ ഒന്ന് റോസ്റ്റ് ആയപ്പോൾ തന്നെ ഞാൻ ഉള്ളി ജസ്റ്റ് ഒരു കുഞ്ഞി സബോളയാണ് എടുത്തിരിക്കുന്നത്. ഒരു 8 കപ്പൽ മുളകും. അത് നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇതൊന്ന് ഉള്ളി വേഗം ഒന്ന് വഴറ്റാൻ വേണ്ടി നമ്മൾ കുറച്ച് ഉപ്പിട്ടുണ്ട്. നമുക്ക് വേണ്ട ഉപ്പ്, പിഞ്ച് ഓഫ് സോൾട്ട് അല്ലല്ലോ, നമ്മുടെ ചട്നിക്ക് എത്ര വേണം ആവശ്യത്തിനുള്ള ഉപ്പ്. അപ്പോൾ ഉള്ളിയും മുളകും നല്ലോണം ആയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് മിക്സിയിലാക്കി ജസ്റ്റ് ഒന്ന് ആറിയതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം. ഇത് ഞാൻ ഒന്ന് ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് ആറാൻ വെക്കുകയാണ്. ചൂടോടെ മിക്സി അടിക്കണ്ടെന്ന് വെച്ച് മാത്രം. അപ്പോൾ ഇതൊന്ന് ആറട്ടെ, നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഇതാ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ. ആ മിക്സി കഴുകിയ വെള്ളം കുറച്ച് അത്രേ എടുത്തിട്ടുള്ളൂ. ഇതിനും ലൂസായിട്ടുള്ള ചട്നി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം. നമുക്കിനി കടുക് വറക്കാം. എണ്ണ ചൂടായി കടുക് ഇട്ടിട്ടുണ്ട്. ഇനി കരിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് വാങ്ങി വയ്ക്കാം. ചെറുപയർ ചട്നി റെഡി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.